ഈശോയിൽ നമുക്കൊക്കെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ വികാരിയച്ഛൻ, പെരിയ ബഹുമാനപ്പെട്ട ഡേവീസ് പുലിക്കോട്ടിലച്ച, സ്നേഹമുള്ള കൊച്ചച്ഛന്മാരെ, സ്നേഹമുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരങ്ങളെ, ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പരിശുദ്ധ വ്യാകുല മാതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിൻ്റെ ഭക്തരായ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള സുദിനമാണ് ഇന്ന് ക്രിസ്മസ്. 2014 തിരുപ്പിറവിയുടെ തിരുക്കർമ്മങ്ങൾ നാം സാഘോഷം കൊണ്ടാടുകയാണ്. ഈ സന്ദർഭത്തിൽ എനിക്കും നിങ്ങൾക്കും സമാധാനവും സന്തോഷവും നൽകാൻ ഈ ലോകത്തിലേക്ക് ഭൂജാതനായ ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുടെ മംഗളങ്ങൾ, ദൈവാനുഗ്രഹങ്ങൾ പ്രാർത്ഥനാപൂർവം ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം റോമിൽ ചെന്നപ്പോൾ റോമിലെ ഇപ്പോഴത്തെ താരം നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ആളുകളൊക്കെ സംസാരിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ചാണ്. ഞാൻ റോമിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് വളരെ ഇഷ്ടം പുലർത്തിയിരുന്ന ഒരു കുടുംബമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ജാനി എന്നാണ്, ഭാര്യയുടെ പേര് മരിയ എന്നാണ്. ഇത്തവണ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ എനിക്ക് ഒരു അത്താഴ വിരുന്ന് തന്നു. ഈ അത്താഴ വിരുന്ന് തരാൻ അവരെന്നെ ക്ഷണിച്ചപ്പോൾ പറഞ്ഞു, പിതാവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സുഹൃത്തുക്കളെയും വിളിക്കണം. റോമിൽ പഠിക്കുന്ന നമ്മുടെ എല്ലാ അച്ഛന്മാരെയും ഞാൻ വിളിച്ചു. 10-14 അച്ഛന്മാരോളം വന്നിട്ടുണ്ടായിരുന്നു. വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു അത്താഴ വിരുന്നായിരുന്നു. ഈ അത്താഴ വിരുന്ന് വിളമ്പി അതിൻ്റെ മൂർധന്യത്തിൽ ജാനി മരിയ ഞങ്ങളോട് പറഞ്ഞു, ഒരു സന്തോഷം പങ്കിടാനാണ് ഞാൻ ഈ അത്താഴ വിരുന്ന് നിങ്ങൾക്ക് നൽകുന്നത്. ഞാൻ പറഞ്ഞു, എന്താണ് സന്തോഷം? അവർ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി. 983 തുടങ്ങി. എനിക്ക് അവരറിയാം, എന്നോട് വലിയ ഇഷ്ടമാണ്, ഒരുപാട് കാര്യങ്ങൾക്ക് എന്നെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ രണ്ടുപേരും ഒരിക്കലും പള്ളിയിൽ പോകാറില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ പള്ളിയിൽ പോകാൻ തുടങ്ങാണ്. 80 വയസ്സിൻ്റെ മുകളിലുണ്ട് അവർക്ക് പ്രായം. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പള്ളിയിൽ പോകാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞത് എനിക്ക് സന്തോഷം നൽകുന്നു. പ്രായമാകുമ്പോൾ ആർക്കും മരണം പേടിപ്പെടുത്തുന്ന അനുഭവമാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രായമായി മരണത്തെ പേടിച്ചിട്ടാണോ നിങ്ങൾ പള്ളിയിൽ പോകാൻ തുടങ്ങുന്നത്? അവർ പറഞ്ഞു, അല്ല, ഒരിക്കലും അല്ല. ഞങ്ങൾക്ക് ഈശോയുടെ ഇഷ്ടമാണ്, പക്ഷെ ഞങ്ങൾക്ക് പള്ളിയിൽ പോകാൻ താല്പര്യമില്ല. പക്ഷെ ഇപ്പോഴത്തെ മാർപ്പാപ്പ വന്നപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോകാൻ തീരുമാനിച്ചു. അതിൻ്റെ കാരണം ഇതാണ്. നിങ്ങളൊക്കെ ഒരു പക്ഷെ പത്രത്തിൽ കണ്ടു കാണും. മാർപ്പാപ്പയെ കാണാനായിട്ട് ബുധനാഴ്ച സന്ദർശനങ്ങളിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ വരാറുണ്ട്. മാർപ്പാപ്പയെ കാണാനുള്ള ആഗ്രഹത്തോടു കൂടെ ഒരു പാവപ്പെട്ട മനുഷ്യൻ അതിരാവിലെ പത്രോസിന്റെ ബസിലിക്കയുടെ അങ്കണത്തിൽ വന്നു. കുരുക്കൾ പിടിച്ച് വികൃതമായ ഒരു മുഖം, കണ്ടാൽ ഭയം ജനിപ്പിക്കുന്ന പോലെ വൈകല്യം. സ്വിസ് ഗാർഡ്സ് അവനെ കണ്ടപ്പോൾ, മുൻനിരയിൽ അവനെ കണ്ടപ്പോൾ അവനെ പിടിച്ച് പറഞ്ഞ് മാറ്റി. അവനോട് പറഞ്ഞു, നിന്നെ ഇവിടെ നിർത്താൻ സാധിക്കില്ല. ആരും കാണാത്ത അകലങ്ങളിലേക്ക് അവനെ മാറ്റി നിർത്തി. മാർപ്പാപ്പ ഒരിക്കലും അവനെ ശ്രദ്ധിക്കാൻ പാടില്ല. മാർപ്പാപ്പ സമയമായപ്പോൾ
പാപ്പാ മൊബൈലിലെ ജനക്കൂട്ടത്തിന് നടുവിലേക്ക് വന്നു. മാർപ്പാപ്പ അങ്ങകലങ്ങളിലെ സ്വിസ് ഗാർഡ്സ് മാറ്റി നിർത്തിയ ബിഭത്സമായ മുഖമുള്ള ഈ മനുഷ്യനെ കണ്ടു. മാർപ്പാപ്പ പാപ്പാ മൊബൈൽ അങ്ങോട്ട് കൊണ്ടു ചെല്ലാൻ പറഞ്ഞു. മാർപ്പാപ്പ കരം കൊടുത്ത് അവനെ തൻ്റെ പാപ്പാ മൊബൈലിൽ കയറ്റി. സ്റ്റേജിൽ വന്നിട്ട് ആളുകളുടെ മുൻപിലെ കരം കൂപ്പി മുട്ടുകുത്തി അവൻ്റെ കവിളത്ത് ചക്കരമുത്തം കൊടുത്തു. കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. ഇത്തവണത്തെ ക്രിസ്മസിന് ജാനിയും മരിയയും പള്ളിയിൽ പോകാൻ കാരണം മുഖമില്ലാത്ത ഒരുവനെ മുഖം കൊടുത്ത ഒരു മാർപ്പാപ്പ, ആരുടെ മുൻപിലും മുഖം കാണിക്കാൻ അവകാശമില്ലാത്തൊരു മനുഷ്യനെ മുഖം കൊടുക്കാൻ മാർപ്പാപ്പ കാണിച്ച ഔദാര്യം. ആ ഔദാര്യം ഒരുപക്ഷെ ക്രിസ്തു ഈ ലോകത്തിൽ ജീവിക്കുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. സ്നേഹമുള്ളവരെ, ക്രിസ്മസ് എൻ്റെയും നിങ്ങളുടെയും തിരുനാളാണ്. ഇത്തവണത്തെ ക്രിസ്മസിന് പത്രങ്ങൾ ഒരുപാട് പേര് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അക്കൂട്ടത്തിലെ ഈ മുഖമില്ലാത്ത മനുഷ്യനെയും ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അയാൾ പറഞ്ഞു, അതിർത്തികളിൽ കിടക്കുന്ന എനിക്ക്, ആരെയും കാണാൻ അവകാശമില്ലാത്ത എനിക്ക് മുഖം നൽകാൻ ഒരു മാർപ്പാപ്പ ഈ ഭൂമിയിൽ ജനിച്ചല്ലോ. അതാണ് എനിക്ക് ക്രിസ്മസ്. ക്രിസ്മസിന്റെ അർത്ഥം അതാണ്. ഞാനും നിങ്ങളും ആഹ്ലാദത്തോടുകൂടെ ഈ തിരുസ്വരൂപത്തിന്റെ പിറകെ നടക്കുന്നത് ക്രിസ്തു ജനിച്ചത് കൊണ്ടല്ല, ക്രിസ്തു എനിക്ക് വേണ്ടി ജനിച്ചത് കൊണ്ടാണ്. ഞാൻ ഇന്നലെ ആസ്പത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മിക്കവാറും എല്ലാ രോഗികളും ക്രിസ്മസ് പ്രമാണിച്ച് ഡിസ്ചാർജഡ് ആണ്. വളരെ കുറച്ച് പേരെ മെഡിക്കൽ കോളേജിലുള്ളൂ. പക്ഷെ ഒരു അമ്മ ഒരു കുഞ്ഞിന് കാവലിരിക്കുന്ന ഞാൻ കണ്ടു. ഞാൻ അവരോട് ചോദിച്ചു, ക്രിസ്മസ് ആയിട്ട് പോകുന്നില്ലേ? കരം കൂപ്പിയിട്ട് പറഞ്ഞു, ഇവൻ ഇവിടെ കിടക്കുമ്പോൾ ഞാൻ എങ്ങോട്ട് പോകാൻ? അതല്ലേ ക്രിസ്മസ്. ക്രിസ്മസ് എന്ന് പറയുന്നത് ദൈവം മനുഷ്യനായതല്ല, ഞാൻ വിലപ്പെട്ടവനാണെന്ന് ദൈവത്തിന് തോന്നിയത് കൊണ്ട് എന്നെ തേടി ദൈവം വന്നതാണ് ക്രിസ്മസ്. നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ യേശു ജനിച്ചതിൻ്റെ ബർത്ത്ഡേ കൊണ്ടാടുന്നതാണെന്ന് ധരിക്കരുത്. ഞാൻ വിലപ്പെട്ടവനാണെന്ന് എന്നെ ഓർമ്മപ്പെടുത്തിയതിനോർത്ത്, ഞാൻ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലെന്ന് ദൈവം അത്രയ്ക്ക് അധികമായിട്ട് എന്നെ സ്നേഹിച്ചതിനെ ഓർത്ത് നന്ദി പറയാനാണ് ഞാനും നിങ്ങളും ഇന്ന് ഈ ക്രിസ്മസ് രാത്രിയിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. ക്രിസ്മസ് ഞാൻ വിലപ്പെട്ടവനാണെന്ന് എന്നെ ഓർമ്മപ്പെടുത്തുന്ന തിരുനാളാണ്. എന്തിനാ ക്രിസ്മസ് ആവർത്തിച്ച് നമ്മൾ ആഘോഷിക്കുന്നത്? ഒരുപക്ഷെ ക്രിസ്തു ഈ ലോകത്തിലെ കാണിച്ചത് ഞാനും നിങ്ങളും തുടരാനായിട്ട്. ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ മനോഭാവം ഉണ്ടാകട്ടെ. നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനോഭാവത്തിൽ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ക്രിസ്മസ് ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ മനോഭാവത്തിലേക്ക് പരിവർത്തനപ്പെടുത്താനുള്ള ഒരു മാനസാന്തരത്തിൻ്റെ തിരുനാളാണ്. ഇത്തവണ ഞാൻ ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മുടെ മെന്റൽ ഹോസ്പിറ്റലിലെ സെർവൻസ് ഓഫ് ദ പൂവർ എന്ന സന്നദ്ധ സംഘടന നടത്തുന്ന ക്രിസ്മസ് ആഘോഷത്തിൽ പോയി. കഴിഞ്ഞ തിങ്കളാഴ്ച ബാൻഡ് വാദ്യങ്ങളുണ്ടായിരുന്നു, ഒരു വെള്ളക്കുതിരയുണ്ടായിരുന്നു, പരശതം ക്രിസ്മസ് പപ്പാമാർ സാന്താക്ലോസുമാരുണ്ടായിരുന്നു. നൃത്ത ചുവടുകളുമായിട്ട് മാനസിക രോഗികൾക്ക് കേക്കുകൾ വിതരണം ചെയ്ത് ഞങ്ങൾ ആസ്പത്രിയിൽ നടന്നു. ആസ്പത്രിയിൽ അവസാനം നിങ്ങൾക്കറിയാം, ഈ മാനസിക രോഗികൾക്ക് പല ഗ്രേഡാണ്. വളരെ നോർമലായിട്ട് പെരുമാറുന്നവര്, കുറച്ച് താളക്രമങ്ങളുള്ളവര്. അവസാനം ഈ ഘോഷയാത്ര വന്നപ്പോ
മെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ മെയ്ട്രൻ സൂപ്രണ്ട് എന്നോട് പറഞ്ഞു, ഇനി ആളുകൾ വരണ്ട ഫാദർ, നമ്മൾ പോയേച്ചാൽ മതി. വാദ്യഘോഷം അവിടെ നിർത്തി, സാന്താക്ലോസ്മാർ അവിടെ തടഞ്ഞു. ഞാനും മെയ്ട്രനും അല്പം സന്നദ്ധ സേവകരുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഉടുവസ്ത്രമില്ലാതെ ചങ്ങലക്കിട്ട കുറേ പേരെ ഞാൻ കണ്ടു. ഞാൻ കേക്ക് നീട്ടിയപ്പോൾ അതിലൊരുത്തൻ എന്നോട് പറഞ്ഞു, ഫാദർ, ഇതുവരെ ക്രിസ്മസ് ഇവിടേക്ക് വന്നിട്ടില്ല, എന്നാണ് ക്രിസ്മസ് ഇവിടേക്ക് വരിക? ഒരുപക്ഷെ ക്രിസ്മസ് ആവർത്തിച്ച് ആഘോഷിക്കുന്നതിൻ്റെ അർത്ഥം അതാണ്. ഇനിയും ക്രിസ്മസ് എത്തിച്ചേരാത്ത ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് സഹോദരങ്ങളെ. മാനസിക രോഗാശുപത്രിയിൽ അവൻ എന്നോട് ചോദിച്ചു, ഫാദർ, എന്നാണ് ഇവിടേക്ക് ക്രിസ്മസ് വരിക? ഞാനും നിങ്ങളും കത്തിക്കുന്ന ഈ പൂത്തിരിയും ഞാനും നിങ്ങളും ഉത്സാഹപൂർവ്വം ഭക്ഷിക്കുന്ന വിരുന്നും യാന്ത്രികമായ ആഘോഷത്തിൻ്റെ ബാക്കിപത്രങ്ങളാണ്. ക്രിസ്മസ് വീണ്ടും ആവർത്തിക്കുന്നത് ക്രിസ്തു ഇനിയും കടന്നു ചെല്ലാത്ത ഒരുപാട് ഇടങ്ങളുണ്ട്. അതിലൊരിടമാണ് മാനസിക രോഗാശുപത്രിയിലെ അന്ധകാരം നിറഞ്ഞ മുറിയിലെ ചങ്ങലകൾക്കുള്ളിൽ കിടക്കുന്ന വസ്ത്രമില്ലാത്ത മനുഷ്യരെ. അവിടെ എത്തുക, അതാണ് നമ്മുടെ ക്രിസ്മസ്. അവിടേക്കുള്ള യാത്രയാണ് നമ്മുടെ ക്രിസ്മസ്. ക്രിസ്മസ് സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ വലിയ ആഘോഷമാണ്. അത് പടക്കം പൊട്ടിച്ചും കള്ളു കുടിച്ചും മൂക്കറ്റം വയറ് നിറച്ച് തിന്നും ആഘോഷിക്കാൻ മാത്രമുള്ള ഒരു ആഘോഷമല്ല. ഇതിനൊന്നും ഭാഗ്യമില്ലാത്ത ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കും ഒരു ക്രിസ്മസ് ഉണ്ടാകാൻ ഞാനും നിങ്ങളും എന്നാണ് ക്രിസ്മസിന്റെ ഉണ്ണിയാകുന്നത് എന്നുള്ള ചോദ്യം, അതാണ് ക്രിസ്മസ് നമ്മളോട് ചോദിക്കുന്നത്. എന്നാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ണിയേശുവിൻ്റെ വേഷമാകാൻ സാധിക്കുക? ഒരുപാട് മനുഷ്യരുണ്ട് കണ്ണുനീരിന്റെ താഴ്വരയിൽ. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ക്രിസ്മസിലെ മാർപ്പാപ്പ പറഞ്ഞു, ക്രിസ്മസ് ആഘോഷിക്കുന്നത് കടന്നു ചെല്ലാൻ കഴിയാത്ത അതിർത്തികളിലായിരിക്കട്ടെ. ക്രിസ്മസ് കടന്നു ചെല്ലാത്ത ഒരുപാട് ഇടങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അവിടങ്ങളിൽ ക്രിസ്മസിന്റെ സന്തോഷം എത്തിക്കുന്ന സാന്താക്ലോസ്മാരാകാൻ, നക്ഷത്രങ്ങളാകാൻ, ക്രിസ്മസ് കേക്കുകളാകാൻ നമുക്കതിന് കഴിയട്ടെ. ക്രിസ്മസ് ഒരു ജനനത്തിൻ്റെ യാന്ത്രികമായ ആവർത്തനമല്ല, ഒരു മനോഭാവത്തിൻ്റെ, എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈ ലോകത്തിലെ എല്ലാം നഷ്ടപ്പെട്ട് അവതരിച്ച ഒരു മനോഭാവത്തിൻ്റെ സ്വാംശീകരണമാകട്ടെ. അങ്ങനെ ഒരു ക്രിസ്മസ് ആഘോഷിക്കാൻ എനിക്കും നിങ്ങൾക്കും ഇത്തവണ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ എനിക്ക് ചിലപ്പോൾ ഭാരം തോന്നുന്നു. നമ്മുടെ ഇടയിലെ ആഘോഷങ്ങൾ വർദ്ധിക്കുന്നു, ആർഭാടങ്ങൾ വർദ്ധിക്കുന്നു. മനുഷ്യൻ ക്രിസ്മസിന്റെ സന്ദേശം മറക്കുന്നു. ക്രിസ്മസിന്റെ സന്ദേശം മറക്കാതെ, ക്രിസ്തുവിനെ മാറ്റി നിർത്താതെ ക്രിസ്മസ് ആഘോഷിക്കാൻ നമുക്ക് പരസ്പരം കൈകോർക്കാം. ദൈവം നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്മസ് ആഘോഷിക്കുന്നത് പുതുവത്സരത്തിൻ്റെ പടിവാതിക്കലാണ്. ഇനി 6 ദിനങ്ങൾ കഴിഞ്ഞാൽ 2015 നമ്മുടെ കൈവെള്ളയിലാണ്. 2014 നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ദുഃഖങ്ങൾ 2015 തിരുത്താൻ ഈ ക്രിസ്മസ് കാരണമാകട്ടെ. പുതുവത്സരത്തിൻ്റെ ദൈവാനുഗ്രഹവും ക്രിസ്മസിൻ്റെ സമാധാനവും സന്തോഷവും ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.